വലിയ ഹൈപ്പിൽ വരുന്നൊരു ടീമാണ് ഇംഗ്ലണ്ട് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ലോകത്തെ ഏറ്റവും മികച്ച ഒന്നാമത്തെ ലീഗ് നടക്കുന്ന രാജ്യമായതുകൊണ്ട് തന്നെ അവിടുത്തെ പ്ലേയേഴ്സ് എപ്പോഴും വളരെ പോപ്പുലർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവർ ഏതൊരു ലോകകപ്പിന് വരുന്ന സമയത്തും അവർ അത്രയും ഹൈപ്പിലാണ് വരാറുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ 2002, 2006 ലോകകപ്പിനൊക്കെ വന്നൊരു ഇംഗ്ലണ്ട് ടീമുണ്ട്. ഓരോ പൊസിഷനിലും സൂപ്പർ താരങ്ങൾ, ഓരോ ക്ലബിൻ്റെ ഇതിഹാസങ്ങളായിരുന്നു. മുൻവശത്ത് വെയിൻ റൂണി, യുണൈറ്റഡിൻ്റെ വെയിൻ റൂണി, സെൻട്രൽ ഡേവിഡ് ബെക്കാം ഉണ്ടായിരുന്നു, അപ്പുറത്ത് ലാംബാർഡ്, ജെറാർഡ്, ഇവരൊക്കെ ഓരോ ക്ലബിൻ്റെ ഇതിഹാസങ്ങളാണ്. ചെൽസിയുടെ ഇതിഹാസമാണ് ലാംബാർഡ്, ജെറാർഡ് ഇംഗ്ലണ്ടിൻ ലിവർപൂളിൻ്റെ ഇതിഹാസമായിരുന്നു. ബാക്കിലാണെങ്കിൽ ആഷ്ലി കോള്, റിയോ ഫെർഡിനാൻഡ്, അങ്ങനെ മുന്നിൽ നേരത്തെ മൈക്കൽ ഓവൻ, അങ്ങനെ ഇത്രയും ഒരു ഇതിഹാസ 11 ഉണ്ടായിട്ട് വരെ തോറ്റുപോയൊരു ടീമാണ് അവർ. 1966 ശേഷം നമുക്കറിയാം ലോകകപ്പിൽ ആകെ ഈ അടുത്താണ് 2018 അവർ സെമി കളിക്കുന്നത്. ഇടയ്ക്ക് 90 കളിച്ചിട്ടുണ്ട്. അതിൽ അവർ വലിയൊരു ഷിഫ്റ്റ് ഇംഗ്ലണ്ട് ടീമിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗാരത്ത് സൗത്ത്ഗേറ്റ് മാറി. ഗാരത്ത് സൗത്ത്ഗേറ്റിൻ്റെ കാലത്ത് ഇപ്പോൾ ആരാധകർക്കൊന്നും അദ്ദേഹത്തെ വലിയൊരു ഇഷ്ടമുള്ള കോച്ചല്ല. കാരണം അദ്ദേഹം താരങ്ങളുടെ ഈ പൊട്ടൻഷ്യൽ ഉപയോഗപ്പെടുത്തിയില്ല. അവരുടെ അദ്ദേഹത്തിൻ്റെ കളിശൈലി ഭയങ്കര ബോറിംഗ് ആണെന്നൊക്കെ അഭിപ്രായമുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ഗാരത്ത് സൗത്ത്ഗേറ്റ് അത്യാവശ്യം റിസൾട്ട് ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ അവർ ലോകകപ്പ് സെമി കളിച്ചു, ഗ്രൂപ്പ് ഘട്ടത്തിൽ പുറത്തായ ഇംഗ്ലണ്ടിനെ കൊണ്ട് സെമി കളിച്ചു, യൂറോ കണ്ടിന്യൂസ് ആയിട്ട് 2 തവണ ഫൈനൽ കളിച്ചു. പിന്നീട് അവർ വീണ്ടും ഒരു ഷിഫ്റ്റ് നടത്തി. ഒരു വലിയ കോച്ച് തന്നെ അവിടെയും ഉണ്ട്, തോമസ് ടുഹൽ എന്ന് പറയുന്ന കോച്ച്. ചെൽസിയെ ഒരു ശൂന്യതയിൽ നിന്ന് ചാമ്പ്യൻസ് ലീഗ് അടുപ്പിച്ച പരിചയമാണ്. ബയൺ മ്യൂണിക്കിനൊപ്പം പരിചയമുണ്ട്. അതിൽ നമ്മൾ ഇംഗ്ലണ്ട് ടീമിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ക്വാളിഫയിങ് റൗണ്ട് പരിശോധിച്ച് നോക്കുമ്പോൾ ഏറ്റവും ശക്തമായ ടീം ഇംഗ്ലണ്ടാണ്. കാരണം എല്ലാ മത്സരങ്ങളും ക്വാളിഫയിങ് റൗണ്ടിൽ അവർ വിജയിക്കുക എന്ന് മാത്രമല്ല ഒരു ഗോൾ പോലും അവർ കൺസീഡ് ചെയ്തില്ല. അങ്ങനെ ഒരു റെക്കോർഡ് യൂറോപ്യൻ ക്വാളിഫയേഴ്സിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അത്രയും ശക്തിയോടെയും ഹൈപ്പോടെയുമാണ് ഇംഗ്ലണ്ട് വരുന്നത്. പക്ഷേ ഓഫ് കോഴ്സ് ഇംഗ്ലണ്ടിന് എല്ലാ കൊല്ലവും ഒരു ഡെത്ത് ഗ്രൂപ്പിൽ ഇംഗ്ലണ്ട് പെടാറുണ്ട്. 2014 ഇറ്റലിയും ഒക്കെ ഉള്ള ഗ്രൂപ്പിലായിരുന്നു പെട്ടിരുന്നത്. ഇക്കുറിയും അതിശക്തമായ ഗ്രൂപ്പാണ്, ക്രൊയേഷ്യക്കൊപ്പമാണ് കളിക്കുന്നത്. ഈ ഇംഗ്ലണ്ടിനെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് ഈ പ്രഷറിൻ്റെ കൊടുത്ത് പറയാനുള്ളത് അവരുടെ ഈ ആരാധകർ, ഈ ഹുളിഗൻസ് എല്ലാ ലോകകപ്പിലും പോയി നടത്തുന്ന കുറേ സംഭവങ്ങൾ നമുക്കറിയാം. അത് അവർക്ക് സൃഷ്ടിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കൂടെ ഏറ്റവും വലിയ മീഡിയ ഹൗസുകൾ വരുന്ന രാജ്യമായതുകൊണ്ട് ഈ മീഡിയാസ് ഓൾവേസ് നമ്മൾ ഈ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഒക്കെ കാര്യം പറയുന്ന പോലെയാണ്. ഇംഗ്ലണ്ടിന് എപ്പോഴും ഒരു സ്ക്രൂട്ടിനി ഉണ്ടാവും ഈ വിമർശിക്കാനും. പിന്നെ ഈ ക്ലബ്ബുകളുടെ ഭാഗമായിട്ടുള്ള ചേരിപ്പോരുകൾ വേറെ ഉണ്ടാവും. അങ്ങനെ ഇംഗ്ലണ്ടിന് ഏതായാലും വലിയൊരു കടമ്പയാണ് കടക്കാനുള്ളത്.